Hey all, assalamu alaikum and Sabah here. Hope you are doing great. Welcome back to my YouTube channel. മീറ്റ് ഫിദ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളാണ്. കുറേ ആയിട്ട് ഞങ്ങൾ തമ്മിൽ കാണണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ് ഫിദ. ആൻഡ് അറ്റ് ലാസ്റ്റ് ഈ ഒരു ഡേറ്റിലാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ഡിലേ വന്ന് എനിക്ക് എഡിറ്റിംഗ് ചെയ്യാൻ കുറച്ച് വർക്ക്സും കാര്യങ്ങളും കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവൾ വന്നു ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഫിദക്ക് എൻ്റെ വീടിൻ്റെ പണി കഴിയുമ്പം ലൈക്ക് എൻ്റെ എല്ലാ സ്റ്റേജസിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ആൾക്ക് എൻ്റെ വീട്ടിൽ വരാമെന്നുള്ളത് ഭയങ്കര ഡ്രീമായിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇറ്റ് ഹാപ്പൻസ്. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളതൊരു കഫേയിലാണ്. ഞാൻ തിരൂരിൽ നിന്ന് അവളെ പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു കഫേയിൽ പോയി. ഇതൊരു ന്യൂ കഫേ ആണ് തിരൂര്. അപ്പോൾ എനിക്ക് പോകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോയതാണ്. സ്റ്റീം ആൻഡ് മഗ് എന്നാണ് നെയിം. അപ്പോൾ ഇവിടെ നല്ലൊരു ആംബിയൻസും കാര്യമൊക്കെ ആയിരുന്നു. വി ലവ് ദ ടൈം ഓവർ ഹിയർ. കുറേ ടൈം നമ്മൾ സംസാരിച്ചിട്ടുണ്ടാണ് സ്പെൻഡ് ചെയ്തത്. വി ഷെയർഡ് എ ലോട്ട്. കാരണം നമ്മൾ ഫിദ എൻ്റെ ഫ്രണ്ട് ആവുന്നത് ഞാൻ ഇൻ്റർവെല്ലിൽ വർക്ക് ചെയ്യുമ്പോഴാണ്, മാജിക് ലാംസിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. ഫിദ എൻ്റെ ഒരു കൊളീഗായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ബട്ട് ലേറ്റർ ഓൺ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കൂടുതൽ ഷെയർ ചെയ്യുന്ന ഒരാളായി മാറി. അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാവുക എന്നുള്ളത് ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. സോ ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഗാഡ് എനിക്ക് ഫിദനെ പോലത്തെ ഒരു ഫ്രണ്ട് തന്നു. കാരണം നമ്മൾ ഒരേ വേവ് ലെങ്ത് ആവുമ്പം പെട്ടെന്ന് നമ്മൾ ജെല്ലാവുമല്ലോ. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ഞങ്ങൾക്ക്. ആൻഡ് ഇവിടുന്ന് നമ്മൾ കുറേ ടൈം ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിച്ചു ആൻഡ് വി സ്പെൻഡ് എ ലോട്ട് ടൈം ഓവർ ഹിയർ. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോവാണ് ഉണ്ടായത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മളെ നേച്ചർ വാക്ക് തെറാപ്പിൻ്റെ വീഡിയോ എടുത്ത സ്ഥലം നൂറിലേക്കാണല്ലോ, തിരൂർ തന്നെയാണത്. അപ്പോൾ അവൾക്ക് ആ വീഡിയോ കണ്ടേ മുതൽ എനിക്ക് അവിടെ പോകണം, ഞാൻ വരുമ്പോൾ ഈ അവിടെ കൊണ്ടുപോകണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കഫേയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 hours എങ്ങനെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നൂറിലേക്കിലേക്കായിരുന്നു. ആൻഡ് ആസ് യൂഷ്വൽ എൻ്റെ ആ നേച്ചർ വാക്കിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കാണണം. ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്യോർ ബ്യൂട്ടി ഞാൻ അതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതിൽ ശരിക്കും നൂറിലേക്ക് പറഞ്ഞാൽ ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗമാണ് എൻ്റെ ആ വീഡിയോയിലുള്ളത്, ബാക്കി കുറച്ച് ഭാഗം ഈ വീഡിയോയിലും ഉണ്ടാവും. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ ഉണ്ടാവുക. അങ്ങനെ ഞാൻ കുറച്ച് പ്ലാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ലൈക്ക് ഈ ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്കൊരു ഫ്രണ്ട്സ് ഡേറ്റ് വേണമെങ്കിൽ പറയാം മേ ബി. പക്ഷെ അങ്ങനെ ഒരു തോട്ടിലായിരുന്നു ഞാൻ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാമെന്ന് വന്നത്. കൂടുതൽ വീഡിയോസ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഈ സംസാരിച്ചത് തന്നെ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതിൽ കാര്യമില്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ കുറേ ഷോർട്സ് മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാണ് ഉണ്ടായത്. കാരണം അവിടുത്തെ ഓരോ സ്പേസും ആൾക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ സ്പേസസിലൂടെ നടന്നു. പക്ഷെ ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ സ്റ്റഫ്സും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലവർ വാക്കിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് നടന്നില്ല ടു ബി ഹോണസ്റ്റ്. കാരണം ഞങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. ഞങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്ഥലം കണ്ടപ്പോഴേക്ക് തന്നെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ വീട്ടിൽ പോകാന്നുള്ള കോൺസെപ്റ്റ് ആയി. പിന്നെ അത് ഡ്രോപ്പായി. പക്ഷെ ഞാനൊരു ഫ്ലവർ വാക്ക് അല്ലെങ്കിൽ ഫ്ലവർ ഡേറ്റ് എന്തായാലും അതെന്താന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ സൂൺ ഇൻഷാ അല്ലാഹ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ പോകാണ് ഉണ്ടായത്. വീട്ടിലെത്തി ആൻഡ് സർപ്രൈസിംഗ്ലി ഫിദ എനിക്ക് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ പിക്ക് ചെയ്യാൻ വരുന്ന ടൈമിൽ തന്നെ ആള് വാങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലെത്തി ഫ്രിഡ്ജിൽ വെച്ചു. മുറിക്കാൻ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളത് എടുത്തപ്പോൾ ഉണ്ടാവില്ല ഹാപ്പി ടു ചെയ്യുന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് ഹാപ്പിയാക്കി. കാരണം ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കേക്ക് വാങ്ങുന്നു, മുറിക്കുന്നു, കഴിക്കുന്നു, അതിൽ എന്തെങ്കിലും ചെറുതായിട്ട് അവൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു ഹോപ്പാണ്. പക്ഷേ ഈ ഒരു 2Kൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ ഒരു സ്വീറ്റ്നെസ് എനിക്ക് തരുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. കാരണം എനിക്ക് എൻ്റെ ഓരോ നമ്മളെ ഗ്രോത്തിൽ ഹാപ്പി ആവുന്ന അല്ലെങ്കിൽ നമ്മളെ ഗ്രോത്തിനെ ഹാപ്പിനെസ്സോട് കൂടി കാണുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി, റിലേറ്റീവ്സ്, എവറിത്തിങ് ഭയങ്കര റെയറായിരിക്കും. നമുക്ക് കിട്ടുന്നവർ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് അവർക്ക് നല്ലത് വരണം എന്ന് മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ പല ഫാമിലി ആവട്ടെ, അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല ആ ഭാഗ്യം. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഫിദ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയും അങ്ങനെ ഒരു ലവും കാണിക്കുന്ന ഒരാളാണ്. ഐ എം സോ ഹാപ്പി. അവൾ അതെനിക്ക് തന്നു, നമ്മളത് കഴിച്ചു. പിന്നെ മോർണിംഗിൽ അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ആയിരുന്നു. പിന്നെ മോർണിംഗിലാണ് അവൾ പോവാന്ന് പറഞ്ഞത്. ആൻഡ് ദെൻ ഞാൻ പറഞ്ഞ പോലെ പിറ്റേ ദിവസം മോർണിംഗ്
എനിക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവളെ കൂടെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഷീ ലവ്സ് ദാറ്റ്. ഞാൻ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യലാം, സബാ എനിക്ക് നിൻ്റെ ഒപ്പം ഇത് ചെയ്യണം, അങ്ങനെ മെസ്സേജ് ആക്കുന്നവരാണ്, ലൈക്ക് ജേർണലിങ് പോലത്തെ കാര്യങ്ങളൊക്കെ. സോ ഐ തോട്ട് ഞങ്ങൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒപ്പം മാജിക് ലാംസ് ഇൻ്റർവെല്ലിൽ വർക്ക് ചെയ്ത ആളാണ്. ആ ടൈമിൽ ഞങ്ങൾ ഒരു വട്ടം ഹൈലൈറ്റ് മോളിൽ പോയപ്പോൾ ഫോട്ടോ ബൂത്ത്, അന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ ഫോട്ടോ ബൂത്തിൽ ഫോട്ടോസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മളെടുത്ത ഫോട്ടോസ് എൻ്റെ കയ്യിലായിരുന്നു. 2 കോപ്പീസ് നമുക്ക് കിട്ടും. സോ ആ 2 കോപ്പി എൻ്റെ കയ്യിലിരുന്നുണ്ടായിരുന്നു. സോ അവളെപ്പോഴും പറയുമായിരുന്നു എനിക്കത് നീ കൊറിയർ ചെയ്യുക, എനിക്കത് വേണമെന്ന്. പക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ഐ തോട്ട് എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാമെന്ന്. അങ്ങനെ ഞാനൊരു ചെറിയ മെമ്മറി ആൽബത്തിൻ്റെ ഒരു പേജ് പോലെ എൻ്റെ ജേർണലിംഗ് ബുക്കിൽ ഞാനൊരു പേജ് എടുത്തിട്ട് അതിൽ നമ്മൾ ഓപ്പോസിറ്റായിട്ട്, അതായത് അവൾ എനിക്ക് വേണ്ടിയിട്ടും ഞാൻ അവൾക്ക് വേണ്ടിയിട്ടും ഒരു മെമ്മറി പേജ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇത് ഭയങ്കര ടൈം ലിമിറ്റ് ആയിരുന്നു, നമുക്ക് അങ്ങനെയൊക്കെ പോകണമായിരുന്നു. സോ സ്പീഡിൽ നമ്മൾ ചെയ്തതാണ്. പക്ഷെ വി ലവ് ദ പ്രോസസ്. ഒന്ന് എൻ്റെ റൂമിലിരുന്നിട്ട് ആര് വന്നാലും ആരിയ്ക്കുകയാണെങ്കിലും ഈവൻ ഞാനിരിക്കുകയാണെങ്കിലും നമുക്ക് ഭയങ്കര പ്രൊഡക്റ്റീവ് ആകാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ എൻ്റെ റൂം എന്ന് പറഞ്ഞത്. സോ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്തത്. ഭയങ്കര സിമ്പിളായിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആൾ കുറേ വായിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് നല്ലോണം വായിക്കണം. പക്ഷെ ഞാൻ ഭയങ്കര മിനിമലായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഈ ഫോട്ടോ വെച്ചിട്ട് ഇത് ഞാൻ ഫ്രെയിം ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇവിടെ ഒരു വാൾ ബ്ലാങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ വാൾ എനിക്ക് കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഫില്ല് ചെയ്യണം എന്നുണ്ട്. അതായത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു മെമ്മറി വാൾ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വാൾ പോലെ ചെയ്യണം എന്നുണ്ട്. സോ ഐ എം പ്ലാനിങ് ഓൺ ദാറ്റ്. അപ്പോൾ ഇൻഷാല്ലാ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് ഞാനത് കംപ്ലീറ്റ്ലി ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഏരിയ, ഏത് ഏരിയ എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ഇത് വെക്കണം എന്നൊരാഗ്രഹമുണ്ട്. സോ ഇത് ഞാൻ ഫ്രെയിം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫിദയ്ക്കും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിത് ഷെയർ ചെയ്തു. ലൈക്ക് ഇത് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ലല്ലോ എങ്ങനെ ചെയ്തതെന്നുള്ളത്. ആൻഡ് ഈ ഒരു വീഡിയോ എനിക്കിവിടെ ഒരു മെമ്മറി ആയിട്ട് ഇടണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്തതും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് കോണ്ടാക്റ്റിലുണ്ടാവും, നമുക്ക് കോണ്ടാക്റ്റ് ഇല്ലാത്ത ബട്ട് ഉള്ളിൽ സോളായിട്ട് കണക്ട് ചെയ്ത കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഫ്രണ്ടാണ് ഫിദ. നമ്മളെപ്പോഴും മെസ്സേജിങ്ങോ എപ്പോഴും മീറ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റലില്ല. ഒന്നും അവൾ ഓരോ തിരക്കായിരിക്കും, എനിക്കും ഓരോ തിരക്കുകളുണ്ടാവും. സോ എപ്പോഴും മെസ്സേജ് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ പോയിന്റ് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്നും മെസ്സേജ് അയക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് റിയലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ബ്ലെസ്സിങ്സ്. സോ ആ ഒരു കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ടാണ് ഫിദ. സോ we spent the day with lot of happiness, funny moments and many more things. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു മീറ്റ് വൺ ഓഫ് യുവർ ഫ്രണ്ട്. ഒരു ഫ്രണ്ടിനെ എന്തായാലും മീറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു ഹാപ്പി മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു ഹാപ്പി മെമ്മറി ആക്കിയിട്ട് അതിനെ വെക്കാം. ബിക്കോസ് ലേറ്റർ ഓൺ നമ്മൾ എന്തായാലും നമ്മൾ രണ്ടുപേരും രണ്ട് രീതിക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. സോ ഇങ്ങനത്തെ മെമ്മറീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞത് അത് ഭയങ്കരമായിട്ടുള്ളൊരു, എന്നും നമുക്ക് അത് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്സും നമുക്കത് ഇനിയും ചെയ്യണം എന്നുള്ള ഒരു സാധനം വരും. അപ്പോൾ സോ വി ക്യാൻ കീപ് ദിസ് ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ. ഇങ്ങനെ ഓരോ ഇടയ്ക്കുള്ളൊരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇടയ്ക്കുള്ളൊരു മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ഡെഫിനറ്റ്ലി ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് അത് ഭയങ്കര സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ അത് എല്ലാണ്ടും സ്ട്രെങ്തൻ ചെയ്യും ഫ്രണ്ട്ഷിപ്സ്. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര, ഇതൊക്കെ ഒരു തെറപ്പറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുക, വെറുതെ കണ്ട് സലാം പറഞ്ഞ് പോകുന്നതിന് പകരം ഇങ്ങനത്തെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ആശ്വാസം തരുന്നൊരു കാര്യമാണ്.
നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ എല്ലാവരോടും ഓപ്പൺ അപ്പ് ആവാൻ പറ്റും. പക്ഷെ ചില ആൾക്കാരോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ളത് തോന്നാറുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊമെന്റ് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൈൻഡിൽ ആ ആൾക്കാരുടെ മുഖമായിരിക്കും വരിക. ആൻഡ് അങ്ങനെ ഭയങ്കര ലിമിറ്റഡ് ഫ്രണ്ട് സർക്കിളുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അത്രയും ക്ലോസസ്റ്റ് ആയിട്ട് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഫിദിൻ്റെ ഒപ്പം ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മളെ പഴയ മെമ്മറീസ് റിക്കോൾ ചെയ്യുന്നതും ഒക്കെ ആയാലും, കാരണം ഞങ്ങൾക്കുള്ളൊരു മെമ്മറീസ് എന്ന് വെച്ചാൽ, ഞാൻ അറൗണ്ട് 4 to 5 months ആയിരുന്നു അവിടെ അരീക്കോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ പുറത്ത് പോയിരുന്നതും ഫിദക്ക് ഒരു വെസ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെസ്പമ്മൽ ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്നതായാലും അവിടെ നമ്മുടെ ഓഫീസിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതായാലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്കിതുവരെ ഉണ്ടായിരുന്ന ഒരു ലൈഫിൽ നിന്ന് ഒരു വേറൊരു രീതിക്കായിരുന്നു എനിക്ക് ഇൻ്റർവെല്ലിൽ ഉണ്ടായിരുന്ന ലൈഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വന്നതും എൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു ഫിക്സിങ് ടൈമൊക്കെ വന്നതൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഫിദയായിരുന്നു. ആൻഡ് ആ ഒരു മെമ്മറീസ് ഒക്കെ നമ്മൾ റീകോൾ ചെയ്തു. ആൻഡ് ഫിദ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പം വി ഫെൽറ്റ് ലൈക്ക് നമ്മൾ ആ ഒരു ടൈമിലേക്ക് തന്നെ പോയി, അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ പുറത്ത് പോയിരുന്നതും എൻജോയ് ചെയ്തിരുന്നതൊക്കെ നമുക്ക് ഇനിയും ചെയ്യണം, അങ്ങനെയുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ടോട്ടലി ഇറ്റ് വാസ് എ ഹാപ്പി മൊമെന്റ്. അങ്ങനെ ഒരു ഹാപ്പി മൊമെന്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത് ഇവിടെ ഒരു മെമ്മറി ആയിട്ട് എനിക്ക് പിന്നീട് എടുത്ത് കാണാനും that's all about this video. Hope you guys love this video. If yes, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് ഷെയർ ചെയ്യുക. ഞങ്ങളിങ്ങനെ മീറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ രീതിക്ക്. ആൻഡ് ഐ ബി സോ ഹാപ്പി ബിക്കോസ് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, bye.